ഹലോ, ഇന്ന് അമ്മ കെട്ട് നിറച്ച് മലയ്ക്ക് പോകുന്ന ദിവസമാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിക്കുന്നതിന് മുമ്പ് ഹാളെല്ലാം ഒന്ന് തുടച്ചിടുകയാണ്. ഹാളെല്ലാം തുടച്ചിട്ടതിന് ശേഷം നമ്മുടെ നേരെ മുന്നിലുള്ള സ്ഥലം ഒന്ന് കഴുകിയിടാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു സ്റ്റെപ്പും ആ മുൻഭാഗത്തുള്ള ഒരു സ്ഥലവും മാത്രം ഒന്ന് കഴുകിയിടുകയാണ്. ഇതാ സ്റ്റെപ്പും ഫ്രണ്ട് ഭാഗവും എല്ലാം കഴുകിയിട്ടതിന് ശേഷം പിന്നെ നേരെ പോയി കുളിച്ച് നേരെ പൂജാ റൂമിൽ കയറി കുറച്ച് ഭസ്മം എടുക്കാൻ കയറിയതാണ് കേട്ടോ. കുറച്ച് ഭസ്മം എടുത്ത് നമ്മൾ കയ്യിലിട്ട് ശകലം വെള്ളം ചാലിച്ചിട്ട് നെറ്റിയിലൊക്കെ തൊട്ടു. അത് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഇവിടെ ഹാളിൽ തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇന്നലെ വൈകുന്നേരം എല്ലാം ചിരണ്ടി വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. നമുക്ക് നെയ്യ് നിറയ്ക്കാനും അതുപോലെ നടക്കടിക്കാനും ഒക്കെയുള്ള തേങ്ങകളാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയി. ഈ ഉരുളി വെച്ചിരിക്കുന്ന ലേശം ശർക്കര പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിൽ വെച്ചല്ലോ കെട്ട് നിറയ്ക്കുന്നത്, അമ്പലത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ വീട്ടിൽ പൂജാമുറിയിൽ ഭഗവാന്മാർക്കെല്ലാം വേണ്ടിയിട്ട് ശകലം ശർക്കര പായസം വെച്ച് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള പച്ചരിയൊക്കെ കഴുകി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് അച്ഛൻ എണീറ്റു. അപ്പോൾ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി അച്ഛന് കിടക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചരി ഇട്ടു, ഇളക്കി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വേകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും അമ്മ കുളിച്ചു, വിളക്കൊക്കെ കഴുകിയിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു, ശരണമൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് നേരെ പിന്നെ അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ അരി ഏകദേശം വെന്തിട്ടുണ്ട്. അതിനകത്തേക്കുള്ള ശർക്കര ഉരുക്കാമെന്ന് വിചാരിച്ചു. അത് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കരയിട്ട് ഉരുക്കാൻ വെച്ചു. ശർക്കരയൊക്കെ ഉരുകി വന്നു. അതിനുശേഷം അരിപ്പയിൽ കൂടെ അരിച്ച് ഈ വെന്ത അരിയിലോട്ട് ഒഴിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചു. പിന്നെ കുറച്ച് നെയ്യ് എടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത നെയ്യാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ച് എല്ലാം മിക്സ് ചെയ്തെല്ലാം വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യ് അല്ലാതെ എടുത്തിട്ട് പായസത്തിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് തൂവിക്കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചു. പിന്നെ പായസം ഇതുപോലെയുള്ള ചെറിയ ചില്ല് പാത്രത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അമ്മ ഇത് ഭഗവതിമാർക്കും എല്ലാം നിവേദിക്കും. തുളസിയിലയും അതുപോലെ ചെത്തിപ്പൂവും എല്ലാം നമ്മുടെ പായസത്തിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടാണ് പ്രാർത്ഥിച്ചിട്ട് നിവേദിക്കുകയാണ്. അത് കഴിഞ്ഞ് കർപ്പൂരം വിളക്കിനൊഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എല്ലാം നിവേദിച്ച് വെച്ചിരുന്ന ആ ഒരു പായസത്തിനും ഭഗവാന്മാർക്കും ഒക്കെ ഇതുപോലെ കർപ്പൂരം ഒഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 10-15-20 മിനിറ്റ് വരെ നമ്മളതവിടെ വെക്കുള്ളൂ കേട്ടോ പായസം. അത് കഴിഞ്ഞിട്ട് നമ്മളത് എടുത്തുകൊണ്ട് വന്ന് പ്രസാദമായിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴായിരുന്നു കെട്ടുനിറ ഉണ്ടായിരുന്നത്. സോ ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. ഇതാണ് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം. ഇവിടെ വെച്ചിട്ടാണ് കെട്ടുനിറയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതാണ് അയ്യപ്പൻ്റെ നട. അയ്യപ്പൻ്റെ നടയുടെ മുന്നിലായിട്ടൊരു നടപ്പന്തലുണ്ട്. അവിടെ വെച്ചിട്ടാണ് കെട്ടുനിറ നടത്തുന്നത്. അമ്മയുടെ കെട്ടുനിറേൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കെട്ട് നിറയ്ക്കുമ്പോൾ ആരാണോ കെട്ട് നിറയ്ക്കുന്നത് അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ അരി ഇടുന്ന ചടങ്ങുണ്ട് നമ്മുടെ ഇരുമുടിക്കകത്ത്. ഞാനും അച്ഛനും എല്ലാം അരി ഇടാൻ പോകണമായിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് ഒരു നെയ്ത്തേങ്ങ നിറയ്ക്കാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവർ 33 പേരാണ് പോകുന്നത്. അപ്പോൾ 33 പേരുടെ ഇരുമുടി നിറയ്ക്കണം. ഒരാൾക്ക് ചിലപ്പം 3-4 നെയ്ത്തേങ്ങയൊക്കെ കൊണ്ടുപോകാനുണ്ടാവും. അപ്പോൾ അതൊക്കെ നിറയ്ക്കേണ്ടതും കൊണ്ട് ഒത്തിരി സമയം എടുത്തു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ അമ്പലക്കുളത്തിൻ്റെ അവിടെയൊക്കെ വന്നു.
അമ്മ ചെറുതായിരുന്നപ്പോൾ പോയതാണ്. അന്നത്തെ കഥകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പോലെ രാത്രിയായി കഴിയുമ്പോൾ വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാതെ അവർ കാടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും വിരിവെച്ച് കിടക്കുന്നതും, പിന്നെ അന്നൊക്കെ ഇങ്ങനെ വഴിയോരത്ത് ഇങ്ങനെ അടുപ്പൊക്കെ കൂട്ടി കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചിട്ടാണ് എന്താ പറയുക മല കയറാൻ പോകുന്നത് എന്നൊക്കെ ഒരുപാട് കഥകളൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് അമ്മ മകരജ്യോതിക്കാണ് കേട്ടോ പോയത്, അന്ന് പണ്ട് പോയപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീണ്ടും അയ്യപ്പനെ കാണാൻ പോകുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ. 5 മണിയൊക്കെ കഴിഞ്ഞിട്ടും കെട്ടുനിറ തീരാതായപ്പോൾ ഞാനും അച്ഛനും പിന്നെ തിരിച്ചു പോന്നു. അവർ പോകുന്ന കാണാൻ വേണ്ടി നിന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുൽപ്പള്ളിയിൽ നിന്ന് ബത്തേരിക്ക് പോകുമ്പം കാടുണ്ട്. അപ്പോൾ ഒത്തിരി രാത്രി ആയിട്ടുണ്ടെങ്കിൽ 2 വീലറിൽ യാത്ര ചെയ്യുന്ന ഇച്ചിരി റിസ്ക്കാണ്. പോകുന്ന വഴിയൊക്കെ ആനയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പോണ വഴി കണ്ട ഒരാളാണ് ഈ നിൽക്കുന്നത്. റോഡിൻ്റെ ഏകദേശം സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കുറച്ച് മാറ്റി നിർത്തി. ഇനി കയറി പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പോകാതായപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങ് പോന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ കണ്ട ആളാണ് ഈ ഇരിക്കുന്നത്. അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേരുണ്ട്, എന്തൊക്കെയോ കടിച്ചു പറിച്ച് തന്നെയാണ്. പിന്നെ ഞങ്ങൾ കുറച്ചും ഇങ്ങനെ മുന്നോട്ട് വന്നപ്പം ഒരു കൂട്ടം മാനിനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ വണ്ടി നിർത്തി എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പം അവർ പതുക്കെ ഉള്ളിലോട്ട് പോകാൻ തുടങ്ങി. പിന്നെ നമ്മളിങ്ങ് പോകുന്നു, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് ഓർത്തിട്ട്. അങ്ങനെ ടൗണിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു കാപ്പിയും ഒരു പരിപ്പുവടയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് ഇങ്ങനെ പോകുന്നത്. വീടിൻ്റെ ആ റൂട്ടിൽ പോകുമ്പോഴുള്ളൊരു പള്ളിയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഡിസംബർ മാസമൊക്കെ ആയില്ലേ, അപ്പോൾ അതിൻ്റെ അലങ്കാരങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. അതല്ലേലും അങ്ങനെയാണ്, ഡിസംബർ മാസം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ഇതുപോലെ കളറിങ് ബൾബും അങ്ങനെയുള്ള സംഭവങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ വേറൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.